सबका आदाब मेरे दोस्तों और प्यारे बच्चों, कैसे आप सब। उम्मीद रखता हूँ कि आप सब खैर व आफियत से होंगे। ദിൽദാറെ ഉറുദു എന്ന ഉറുദു വ്യാകരണ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ദിൽദാറെ ഉറുദുവിലെ ഓരോ അധ്യായങ്ങളും നമ്മൾ ഓരോ സീരീസ് ആയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ദിൽദാറെ ഉറുദുവിലെ ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഹുറൂഫെ തഹജ്ജി എന്ന് പറയുന്ന അക്ഷരമാലയാണ്. അപ്പം ഉറുദു നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമായി പഠിക്കേണ്ട ഒന്നാണ് ഹുറൂഫെ തഹജ്ജി, അക്ഷരമാല. ഈ അക്ഷരമാല പഠിച്ചാലേ നമുക്ക് ഉറുദു വായിക്കുവാനും എഴുതുവാനും സാധിക്കുകയുള്ളൂ. സോ ഉറുദുവിലെ അക്ഷരമാലകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം, നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ഹുറൂഫെ തഹജ്ജി. മലയാളത്തിൽ നമ്മൾ അക്ഷരമാല എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയാ, ആൽഫബറ്റ്സ് അല്ലെ. അപ്പോൾ ഓരോ ഹർഫുകളെയും എന്ത് ചെയ്യാം, നമുക്കൊന്ന് പരിചയപ്പെടാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ, പദങ്ങൾ വരും പേജുകളിൽ ഉണ്ട്, നമുക്ക് അവിടെയും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഹർഫ് എന്ന് പറയുന്നത് അലിഫാണ്. ബേ, പേ, തേ, ടേ, സേ, ജീം, ചേ, ഹേ, ഖേ, ദാൽ, ഡാൽ. ഓക്കെ, ദാൽ, റേ, ഡേ. ഇതെങ്ങനെ ഉച്ചരിക്കുക, എടേ. ഓക്കെ, നമ്മൾ നാവ് മടക്കിയിട്ട് ഏകദേശം മിഡിൽ എന്ത് ചെയ്യുക, വായുവിൽ ഇട്ടിട്ട് കൊണ്ടുള്ള ഒരു ഉച്ചാരണമാണ് എടേ എന്നതിന് വരിക. ഓക്കെ, ഡേ കൊണ്ട് തുടങ്ങുന്ന പദങ്ങൾ ഉറുദുവിലില്ല. അടേ എന്നുള്ളത് ഒരു പദത്തിന്റെ മിഡിലായിട്ടോ അവസാനമായിട്ടൊക്കെയാണ് പലപ്പോഴും വരാറുള്ളത്. ഗാഡി, പകടി ഒക്കെ അതുപോലെ. അതുപോലെ സേ, ജേ, ഇത് യേ എന്നുമല്ല ജെ എന്നുമല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ഉച്ചാരണമാണ്. ഓക്കെ, ജെ. മറ്റൊന്നാണ് സീൻ, ഷീൻ, സ്വാദ്, സ്വാദ്, ത്വേ, സ്വേ, ഐൻ, ഗൈൻ, ഫേ, ഖാഫ്, കാഫ്, ഗാഫ്, ലാം, മീം, നൂൻ, വാവ്, ചോട്ടി ഹേ, ചോട്ടി യേ, ബഡി യേ. ഓക്കെ, ഈ ചോട്ടി ഹേ എന്താണ്, അതുപോലെ എന്താണ് ഈ ചോട്ടി യേ, എന്താണ് ഈ ബഡിയെ എന്നുള്ളതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ വിശദമായി അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും അക്ഷരമാലകൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഈ അക്ഷരമാലയുമായിട്ട് ചില അക്ഷരങ്ങൾ ചേർന്ന് വരുമ്പോൾ ഉച്ചാരണത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ബേ പ്ലസ് ദോ ചഷ്മി ഹേ. ഓക്കെ, ഇത് ദോ ചഷ്മി ഹേ എന്നാണ് ഇതിന് പറയുക. ഇത് രണ്ടും കൂടി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഉച്ചാരണമാണ് ഭ എന്നുള്ളത്. ഓക്കെ, ഭ, ബേ പ്ലസ് ഹേ, ഭ. അതുപോലെ പേ പ്ലസ് ഹേ കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഉച്ചാരണമാണ് ഫ. ഫ എന്നുള്ളത് പൂർണ്ണമായും ഫ എന്നുമല്ല, ഫ എന്നുമല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ഉച്ചാരണമാണ് ഇവര്. ഓക്കെ, ഫ. ഇനി തേ പ്ലസ് ഹേ, ഥ എന്ന ഉച്ചാരണമാണ് വരിക. ടേ പ്ലസ് ഹേ, നമ്മൾ പറഞ്ഞ അലിഫ്, ബേ, പേ, തേ, ടേ എന്ന് പറഞ്ഞല്ലോ, ആ
ടെ പ്ലസ് ഹേ കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന ഉച്ചാരണമാണ് ഠ എന്നുള്ളത്. അതുപോലെ ജീമ് പ്ലസ് ഹേ അവിടെ വരുമ്പോൾ ജ എന്ന ഉച്ചാരണമാണ് വരിക. അതുപോലെ ചെ പ്ലസ് ഹേ എന്താ ഉച്ചാരണം വരിക? ഛ എന്നാണ്. നമ്മൾ അച്ഛ ആദ്മി എന്നൊക്കെ പറയല്ലോ, അവിടെയുള്ള അച്ഛ ഈ രൂപത്തിലാണ് വരിക. ഛ ഉച്ചാരണം എന്തായിരിക്കും? ഛ. ദാൽ പ്ലസ് ഹേ ദ, ഡാൽ പ്ലസ് ഹേ ഡ, കാഫ് പ്ലസ് ഹേ ഖ, ഗാഫ് പ്ലസ് ഹേ ഘ. ഓക്കെ, ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ ഹുറൂഫെ തെഹജിയിലെ ചില അക്ഷരങ്ങളോടൊപ്പം ഈ ദോചഷ്മി ഹേ എന്ന് പറഞ്ഞാൽ ഇതാണ് ദോചഷ്മി ഹേ. ഓക്കെ, രണ്ട് കണ്ണുകളുള്ള ഹേ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇതിനെ കണ്ടാൽ രണ്ട് കണ്ണ് പോലെ തോന്നും, അതുകൊണ്ടാണ് അതിനെ ദോചഷ്മി ഹേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദോചഷ്മി ഹേ അക്ഷരങ്ങളോടൊപ്പം വരുമ്പോൾ ഉണ്ടാവുന്ന ഉച്ചാരണ വ്യത്യാസത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനിയുള്ളത് ആ, ഈ, ഉ, എ. ഓക്കെ, അലിഫ് പ്ലസ് നമ്മൾ ഹുറൂഫെ തഹജിയിൽ അവസാനമായി പറഞ്ഞ ബഡിയെ. ഓക്കെ, ബഡിയെ ഇതും കൂടി ചേർന്ന് വന്നപ്പോൾ ഉണ്ടായ ഉച്ചാരണം നിങ്ങൾ നോക്കി, എ എന്നാണ് വരിക. ഓക്കെ, ഈ വടിയെ വരാറുള്ളത് എകാരം ഉച്ചാരണത്തിന് വേണ്ടിയാണ്. എകാരം ഉച്ചാരണം എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, നമ്മൾ വരും ദിവസങ്ങളിൽ അത് പഠിക്കും. ഇനി മറ്റൊന്നാണ്, ഈ വാവിന്റെ മേലെ ഹംസ വരുമ്പോൾ നമ്മൾ ഉച്ചരിക്കുക ഓ എന്നാണ്. എന്ത്? ഓ. ഈ വാവിന്റെ മേലെ ഉള്ള എന്താണ് സിമ്പല്? ഹംസയാണ്. ഓക്കെ, മറ്റൊന്നാണ് ഔ, അലിഫ് പ്ലസ് വാവ്. ഓക്കെ, ഔ, ആ, ഈ, ഉ, എ, ഓ, ഔ. ഓക്കെ അല്ലേ ഇതുവരെ പറഞ്ഞത്? ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ഹുറൂഫെ തഹജിയുമായിട്ടുള്ള അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പദങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പദങ്ങൾ നിങ്ങൾ നോക്കി, അലിഫ് സെ, അലിഫിൽ നിന്ന് അണ്ട. ഓക്കെ, എന്താ അതിന്റെ അർത്ഥം? മുട്ട. ഓക്കെ, ഇനി ബേ, ബേയിൽ നിന്ന് എന്താണ്? ബില്ലി അല്ലെ, ബില്ലിയുടെ അർത്ഥം എന്താണ്? പൂച്ച. ഓക്കെ, ഇനി പേ, പേയിൽ നിന്ന് പങ്ക, പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ. ഇനി തേ, തേയിൽ നിന്ന് തെക്കിയ, തലയിണ. ഓക്കെ, ടേ എന്നതിൽ നിന്ന് ടോപ്പി, അർത്ഥം തൊപ്പി. ഓക്കെ, സേ എന്നതിൽ നിന്ന് സമർ, അർത്ഥം ഫലം എന്നുള്ളതാണ്. ഇനി ജീം എന്നതിൽ നിന്ന് ജാൻവർ, അർത്ഥം എന്തായിരിക്കും വരിക? മൃഗം. ഷേ എന്നതിൽ നിന്ന് ചാന്ദ്, അർത്ഥം എന്തായിരിക്കും വരിക? ചന്ദ്രൻ. ഇനി ഹേ എന്നതിൽ നിന്ന് ഹമ്മാം, അർത്ഥം എന്താണ്? ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂം. ഹേ എന്നതിൽ നിന്ന് ഖത്ത്, അർത്ഥം എന്താണ്? കത്ത്. ദാൽ എന്നതിൽ നിന്ന് ദർവാസ, അർത്ഥം എന്തായിരിക്കും വരിക? വാതിൽ. ഡാൽ എന്നതിൽ നിന്ന് ഡാക്കു, എന്താർത്ഥം? കൊള്ളക്കാരൻ. ഓക്കെ, കള്ളൻ നമ്മൾ പറയാ ചോർ എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, ഇനി ദാൽ എന്നതിൽ നിന്ന് ദൗഖ്, എന്താണ് അർത്ഥം വരിക? അഭിരുചി. റേ എന്നതിൽ നിന്ന് റാത്ത്, അർത്ഥം എന്താണ്? രാത്രി. പകലിന് നമ്മൾ എന്താ പറയാ? പകൽ നമ്മൾ പറയാ ദിൻ എന്നാണ്, രാത്രിക്ക് റാത്ത്. ദിൻ ഓർ റാത്ത് എന്നൊക്കെ നമ്മൾ പറയും ഉറുദുവിൽ. ഇനിതാ ഡ എന്ന ഒരു അക്ഷരം നോക്കി നിങ്ങൾ, അതിൽ നിന്നുള്ളതാണ് ഗാഡി. നമ്മൾ പറഞ്ഞു ഡ എന്നത് കൊണ്ട് തുടങ്ങുന്ന പദങ്ങൾ ഉറുദുവിലില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ഡ വരെ എവിടെയാണ്? പദത്തിന്റെ മിഡിലിലോ അല്ലെങ്കിൽ അവസാനത്തിലോ ഒക്കെ ആയിട്ടാണ്. ഗാഡി എന്ന് പറഞ്ഞാൽ വാഹനം. ഓക്കെ, ഇനി അടുത്തതാണ് സെ. ഓക്കെ, സെ എന്നതിൽ നിന്ന് സുബാൻ. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? ഭാഷ. ജെ എന്നതിൽ നിന്നുള്ള ജാല, അതിന്റെ അർത്ഥം എന്താണ് വരിക? ആലിപ്പഴം. മറ്റൊന്ന് സീൻ, സീൻ എന്നതിൽ നിന്നുള്ള സൂരജ്, അർത്ഥം എന്താണ് വരിക? സൂര്യൻ.
ഷീൻ എന്നതിൽ നിന്നുള്ള ഷേർ, അർത്ഥം എന്താണ് വരിക? സിംഹം. സ്വാദിൽ നിന്നുള്ള സ്വാബൂൻ, അർത്ഥം സോപ്പ്. ഇനി സ്വാദിൽ നിന്നുള്ള സില, ജില്ല. ഓക്കെ, ഈ ജില്ല ഈ ലോപിച്ചിട്ടാണ് മലയാളത്തിൽ ജില്ല വന്നിട്ടുള്ളത്. അങ്ങനെ കുറെ പദങ്ങൾ നമുക്ക് മലയാളത്തിൽ കാണാം. വക്കീൽ, തഹസീൽദാർ, അതുപോലെ കുറെ പദങ്ങൾ. അതിന്റെ ലിസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ അടുക്കൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് സാഹചര്യം പോലെ അതൊക്കെ വിശദമായി പറയാം. മറ്റൊന്നാണ് ത്വേ. ത്വേ എന്നതിൽ നിന്നുള്ള ത്വാലിബ്. ഓക്കെ, അർത്ഥം വിദ്യാർത്ഥി. അടുത്തതാണ് സ്വേ. സ്വേ എന്നതിൽ നിന്നുള്ള സുൽമ്, അർത്ഥം അക്രമം. ഐൻ എന്നതിൽ നിന്നുള്ള ഔറത്ത്, അർത്ഥം സ്ത്രീ. പുരുഷൻ നമ്മൾ എന്താ പറയാ? പുരുഷന് നമ്മൾ പറയുക മർദ് എന്നാണ് പറയുക. എന്ത്? മർദ്. സ്ത്രീക്ക് ഔറത്ത്. ഇനി ഗൈൻ എന്നതിൽ നിന്നുള്ള ഗുലാം, അർത്ഥം അടിമ. കുട്ടിക്കും നമ്മൾ ഗുലാം എന്ന് പറയും. ഫേ എന്നതിൽ നിന്നുള്ള ഫൗജ്, ഉദാഹരണം എന്താണ്? അർത്ഥം എന്താണ്? സൈന്യം. ഫൗജ് എന്ന് പറഞ്ഞാൽ സൈന്യം. ഓക്കെ. ഖാഫിൽ നിന്നുള്ള ഖുർആൻ, അർത്ഥം എന്താണ് വരിക? ഖുർആൻ. ഖാഫ് എന്നതിൽ നിന്നുള്ള കിതാബ്, അർത്ഥം എന്താണ് വരിക? പുസ്തകം. ഇനി ഗാഫ് എന്നതിൽ നിന്ന് ഘർ. ഓക്കെ, അർത്ഥം വീട്. ലാമിൽ നിന്നുള്ള ലിസാൻ, അർത്ഥം എന്താ വരിക? നാവ്. മീമിൽ നിന്നുള്ള മദ്രസ, അർത്ഥം എന്താണ് വരിക? സ്കൂൾ. നൂൻ എന്നതിൽ നിന്നുള്ള നാരിയൽ, അർത്ഥം എന്താണ് വരിക? തേങ്ങ. ഇനി വാവ് എന്നതിൽ നിന്നുള്ള വറക്ക്, അർത്ഥം എന്താണ്? പേജ്. ഇനി ചോട്ടി ഹേയിൽ നിന്നുള്ള ഹാത്ത്, അർത്ഥം എന്താണ് വരിക? കൈ. ചോട്ടി യേ എന്നതിൽ നിന്നുള്ള യാർ, അർത്ഥം എന്താണ് വരിക? സ്നേഹിതൻ. ഇനി ബഡിയെ എന്നതിൽ നിന്നുള്ള ചായേ, അർത്ഥം എന്താണ് വരിക? ചായ. ഓക്കെ. അപ്പോ ഇത്രയും ഹുറൂഫെ തഹജ്ജുമായി ബന്ധപ്പെട്ട ഓരോ ഹർഫുകളുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ നമ്മൾ അതിന്റെ ഉച്ചാരണവും അതിന്റെ അർത്ഥവും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ എഴുതേണ്ടത് ഓരോ ഹുറൂഫെ തഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കും അതിന്റെ അർത്ഥവും നിങ്ങളുടെ ആ ഒരു വർക്ക്ഷീറ്റിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ഇത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് മലയാളത്തിൽ നമ്മൾ പറയാറുള്ള അവനാണ്, ഇവനാണ്, അവൻ അവിടെയുണ്ടോ, അവൻ എവിടെയാണ്, ഞാൻ ഇവിടെയുണ്ട് തുടങ്ങിയ അർത്ഥത്തിലുള്ള സെന്റൻസുകൾ എങ്ങനെ ഉറുദുവിൽ പറയാം എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പൊ അതിന് മുമ്പായി നമ്മൾ ചെയ്യേണ്ടത് ഹുറൂഫെ തഹജ്ജിയിലെ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ആക്കുക. तो जब तक आपके लिए बहुत शुक्रिया. खुदा हाफिज.